സിനിമയിൽ 23 വർഷങ്ങൾ. പുതിയ തുടക്കവുമായി ഭാവന. 90-ാം ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. മലയാള സിനിമയിലെ പ്രമുഖ നടി ഭാവന അഭിനയ ലോകത്തേക്കെത്തിയിട്ട് 23 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഇതുവരെ 89 സിനിമകൾ പൂർത്തിയാക്കിയ താരം തന്റെ 90-ാമത്തെ ചിത്രത്തിലൂടെ പുതിയൊരധ്യായത്തിലേക്കാണ് കടക്കുന്നത്. നടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ ടീസർ പുറത്തിറങ്ങി. ഈ ചിത്രം ഭാവനയെ വീണ്ടും ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിക്കുന്നതാണെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. റിയാസ് മാരത്ത് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ഒരു സയന്റിഫിക് ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഷെബിൻ ബെൻസൺ, ദൃശ്യ രഘുനാഥ്, റഹ്മാൻ തുടങ്ങിയവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ചിത്രം ജനുവരി 30-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ടീസറിൽ സെറ ഫിലിപ്പ് എന്ന കഥാപാത്രത്തെയാണ് ഭാവന അവതരിപ്പിക്കുന്നത്. അവളുടെ ആവേശം ഒരിക്കലും തകരുന്നില്ല, അവൾ പോരാടുന്നു, അവളോടൊപ്പം നമ്മളും എന്ന ശക്തമായ വാചകങ്ങളോടെയാണ് ടീസർ അവസാനിക്കുന്നത്. ഇത് ഭാവനയുടെ അഭിനയ ജീവിതത്തിലെ പുതിയൊരു വേർഷനാണെന്ന് ടീസർ സൂചിപ്പിക്കുന്നു. ജീവിതത്തിലും കരിയറിലും നേരിട്ട വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഭാവന ഈ തിരിച്ചുവരവ് നടത്തുന്നത്. നിരവധി വിവാദങ്ങളും നിയമ നടപടികളും നിലനിൽക്കുന്ന സാഹചര്യത്തിലും ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടുപോകുന്ന നടിയുടെ പോരാട്ടമാണ് ചിത്രം അടയാളപ്പെടുത്തുന്നത്. ടീസർ പുറത്തിറങ്ങിയതോടെ സിനിമാ ലോകത്ത് നിന്ന് വൻ പിന്തുണയാണ് ലഭിക്കുന്നത്. നടൻ സൂര്യയും നടി ജ്യോതികയും ആദ്യം ടീസർ പങ്കുവെച്ച് ഭാവനയ്ക്ക് ആശംസകൾ നേർന്നു. പുതിയ തുടക്കത്തിനും വിജയത്തിനും സന്തോഷത്തിനും എല്ലാ ആശംസകളും എന്നായിരുന്നു സൂര്യയുടെ വാക്കുകൾ. 2026 ജനുവരി 30-ന് എന്ന കുറിപ്പോടെയാണ് ജ്യോതിക ടീസർ പങ്കുവച്ചത്. നടി മഞ്ജു വാര്യർ ഗുഡ് ലക്ക് ഡിയർ എന്ന് കുറിച്ചാണ് പിന്തുണയറിയിച്ചത്. ഇനിയും നിരവധി സിനിമാ താരങ്ങളും ആരാധകരും ഭാവനയ്ക്ക് ആശംസകളും പിന്തുണയും അറിയിച്ച് രംഗത്തെത്തുന്നുണ്ട്. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളെ പിന്തുടരൂ.